ആസാവ് തന്നെ പറയും, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്. ഇല്ലേ? ചിലപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെക്കാൾ സുഖമായിട്ടും സൗകര്യമായിട്ടും ഒക്കെ കഴിയുമ്പം ഹ്യൂമൻ വേയിൽ നമുക്ക് അസൂയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എടാ, തെന്നി വീണ് താഴെ പോകാനുള്ളവനായി ഇവനൊക്കെ. പക്ഷേ നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന നിത്യതയിൽ നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ, ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ, ഈ ഉള്ള കാര്യത്തിൽ സംതൃപ്തിയായിട്ട്. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അലംഭാവം എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ അത്ര ക്ലിയർ ആയിട്ടല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അലംഭാവം, നമ്മൾ അവനൊരു അലംഭാവി എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, സംതൃപ്തി എന്നുള്ള വാക്കാണ്. സംതൃപ്തി. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. അവർ എഴുതിയിരിക്കുന്നത് കണ്ടന്റ്മെന്റ് ആണ്, സംതൃപ്തി. എനിക്കിത് മതി. ആ സംതൃപ്തിയോടെ ജീവിക്കുന്നവനാണ് ദൈവഹിതം അറിയാനായിട്ട് കഴിയുന്നത്. അവരെപ്പോഴും നോക്കുന്നത്, നമ്മൾ എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ, എബ്രായർ 11:16 വായിക്കുന്നതാണ്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ സാജുവിൻ്റെ ദൈവമെന്ന് ദൈവം അഭിമാനത്തോടെ പറയണമെങ്കിൽ, ലജ്ജിക്കാതെ പറയണമെങ്കിൽ, ഞാൻ ഭൗമിക മോഹങ്ങളില്ലാത്തവനായിരിക്കണം. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ മോഹം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിപരീത ദിശയിലാണ്. 1 പത്രോസിൻ്റെ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായി മനുഷ്യരുടെ മോഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും വിപരീത ദിശയില. ഞാൻ മനുഷ്യരുടെ മോഹങ്ങളിലല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുക്കുമ്പോൾ അടുത്ത പണി എന്നറിയാമോ? ഞാൻ പാപം വിട്ടൊഴിഞ്ഞ്. അതാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒത്തിരി ഉണ്ട്. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകൂടിയിലും വെളിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അതൊന്ന് നിർത്തുന്ന പറയുന്നത്, അത് നിർത്തുക. അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. ലോകമോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഫോർ ദിസ് ഇസ് ദ വിൽ ഓഫ് ഗാഡ് ദാറ്റ് യുവർ സാങ്ക്ടിഫിക്കേഷൻ. ഗാഡ് വാണ്ട്സ് മീ ടു ബി ഹോളി. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഈ ഭൂമിയിലെ ഇഷ്ടം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ആത്യന്തികമായി ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ആക്കിയിരിക്കുന്നത്. പക്ഷെ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് ആത്യന്തികമായി വിശുദ്ധ സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ അങ്ങ് പോകുകയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമത്രേ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആകയാൽ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. കാര്യം ആ ശുദ്ധീകരണ ജീവിതത്തെക്കുറിച്ച് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് വാണ്ട്സ് മീ ടു ബി ഹോളി. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെ വിളിച്ചവൻ ഹോളിയാണ്. ഈ 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകേണ്ടത്? കാര്യം നമ്മളെ വിളിച്ചവൻ വിശുദ്ധനാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്ന വേദഭാഗങ്ങളാണ്. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി, യുവർ ഗാഡ് ഈസ് എ ഹോളി ഗാഡ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ 19-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലും 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ദൈവം വിശുദ്ധനായതുകൊണ്ട് എന്നെ വിളിച്ച വിശുദ്ധനൊത്ത വണ്ണം ഞാൻ വിശുദ്ധിയിൽ ജീവിക്കണം. ദൈവത്തെ നമ്മൾ കാണുന്നത് തന്നെ വിശുദ്ധനായിട്ട് കാണണം, വിശുദ്ധനായിട്ട്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ദർശനം മുഴുവൻ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തരുന്ന ഒരു ദൈവം എന്നുള്ള, അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ ആർ പ്രിവിലേജസ്, ദർ ആർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് പ്രിവിലേജസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ദൈവം നമുക്ക് നിന്റെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് സാധിച്ചു തരും, അതൊരു പ്രിവിലേജാണ്. അവൻ നിന്നെ കാക്കും, പരിപാലിക്കും, അതൊക്കെ പ്രിവിലേജാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. റെസ്പോൺസിബിലിറ്റി ആളുകൾ പറയത്തില്ല, പക്ഷെ പ്രിവിലേജിനെ കുറിച്ച് ഇന്നത്തെ പ്രസംഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ടി വിയിലെ പ്രസംഗമോ മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മുഴുവൻ പ്രിവിലേജസിനെ കുറിച്ചാണ് പറയുന്നത്. നിനക്കത് കിട്ടും, നിനക്ക് കാർ കിട്ടും, നിനക്ക് വീട് കിട്ടും. ഞാൻ ടി വി ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കേൾക്കാറൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും വീട്ടിലൊക്കെ പോയിരിക്കുമ്പം ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ടി വിയിലൊരു പ്രസംഗം കണ്ടു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറയുക, നിന്റെ കണ്ണൊന്ന് തുറന്നേ, നീ കരങ്ങളെ ഒന്ന് നീട്ടിക്കേ, നീ എന്തൊക്കെ കാണുന്നു ആ കാണുന്നതൊക്കെയും അവൻ നിനക്ക് തരും. സ്വന്തം പുത്രനെ ആദരിയാതെ, വാക്യങ്ങളൊക്കെ തെറ്റിച്ചാ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവന് അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് തരും. ഇതൊക്കെയും നീ ഒന്ന് കൈയൊന്ന് വിടർത്തിക്കേ, നീ കാറ് കാണുന്നോ നിനക്ക് കാറ് തരും, നീ വീട് കാണുന്നോ നിനക്ക് വീട് തരും. പ്രിവിലേജസ് ആ പറയുന്നതല്ല, അങ്ങനെയൊന്നും വേദോസ്തത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നീ കാണുന്നതെല്ലാം കൂടെ തരാമെന്നൊന്നുമല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവവചനത്തിൽ പറയുന്നത്, നിങ്ങളെ കർത്താവ് നീതീകരിച്ചെങ്കിൽ വിശുദ്ധീകരിച്ച് തേജസ്കരണം വരെ കൊണ്ടുപോകുമെന്നുള്ള വാക്യം അവിടെ മുഴുവൻ പറയുന്നത്. അവിടെ ആ ഒരു അധ്യായത്തിലെ ഭൗമിക കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങളെ നീതീകരിക്കാൻ വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറയുന്നത് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ് വരെ നിങ്ങളെ കൊണ്ടുപോകയില്ലയോ എന്നാ ചോദിക്കുന്നത്. തേജസ്കരണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ മണ്ണ് പിടിച്ച കാറും വീടും മറ്റേന്ന് മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ദൈവവചനത്തെ ഇങ്ങനെ കോട്ടിമാട്ടുന്നത് കാണുമ്പോൾ സങ്കടം വരും. എന്തോ ചെയ്യാനാ? നോക്കുക, ഇവിടെ കർത്താവ് പറയാണ്, അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ദർശനം നിനക്കുണ്ടാകണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകുവിൻ. യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകേണ്ടത് അവൻ്റെ വിശുദ്ധിയുടെ ദർശനമാണ്. അവൻ്റെ വിശുദ്ധിയുടെ ദർശനം. യെശയ്യാ ഒരു പ്രവാചകനായിരുന്നു, എന്നിട്ടും 6-ാം അധ്യായം വന്നപ്പോൾ അവന് ദൈവം തന്നെ വെളിപ്പെടുത്തി, ഒരു ദർശനം നൽകി, ഒരു ദൈവ ദർശനം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ നിങ്ങൾക്ക് വാക്യം അറിയാം, കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. ഓരോരുത്തരും 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് ശരീരം മൂടി, ദേഹം മൂടി, 2 കൊണ്ട് പാദങ്ങൾ മൂടി. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പറഞ്ഞു. ശരിയായ ദൈവ ദർശനം, ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം. ഗോഡ് ഈസ് ഹോളി എന്നുള്ളതാണ്. ഗോഡ് ഈസ് പ്രൊവൈഡർ എന്നുള്ളത് ഒക്കെ പിന്നത്തെ കാര്യമാണ്. ഗോഡ് ഈസ് പ്രൊവൈഡർ. പക്ഷേ ദൈവത്തെ ഞാൻ അറിയേണ്ടത് അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. യെശയ്യാ 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയെന്ന് വായിക്കണം, ഒന്നുകൂടെ വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് വിശുദ്ധൻ, ഹീ ഈസ് ദ മോസ്റ്റ് ഹോളി എന്ന അർത്ഥത്തിലാണ്. ഹീ ഈസ് ഹോളി 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെപ്പോലെ വിശുദ്ധനായ ഒരാളെ നിനക്ക് കാണാൻ കഴിയില്ല. ആരാ പറയുന്നത്? സറാഫുകൾ പറയാണ്. സറാഫുകൾ ചെറിയ ആൾക്കാരൊന്നുമല്ല. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. നമ്മളിവിടെ നിന്ന് എത്ര വർത്തമാനം പറഞ്ഞാലും ഇവിടെങ്ങും പുകയും വരത്തില്ല, ഇതൊന്നും കുലുങ്ങുകയുമില്ല, ഇല്ലേ? പക്ഷേ അത്രയ്ക്കും ശക്തന്മാരായ സറാഫുകൾ പറയുകയാണ്, അയ്യോ നമുക്ക് ഈ ദൈവത്തെ കാണാൻ പോലും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. 2 കൊണ്ട് മുഖം മൂടിയെന്ന് എഴുതിയിരിക്കുന്നു. അയ്യോ കർത്താവിനെ കാണാൻ വയ്യ, ഇവൻ എന്തോരും പരിശുദ്ധനായി, ഇവൻ ഹീ ഈസ് ഹോളി. അടുത്താൾ പറയുക, അവൻ്റെ അടുത്തോട്ട് അടുക്കാൻ 2 കൊണ്ട് ദേഹം മൂടിയെന്ന്. അവൻ്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ എത്ര പരിശുദ്ധൻ. സറാഫുകളാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സറാഫ് പറയുക,
അത് തന്നെയാണോ? ഇവന്റെ സന്നിധി നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, രണ്ടുകൊണ്ട് പറന്നു, അയ്യോ നിൽക്കാൻ പോലും വയ്യ. ഈ ദർശനം യെശയ്യാവിനുണ്ടായപ്പോൾ യെശയ്യാവ് പ്രൈസ് ദി ലോർഡ്, എനിക്കൊരു നല്ലൊരു ദർശനം കിട്ടി എന്ന് പറഞ്ഞിട്ട് പോകല്ലേ, അവനെന്താ ചെയ്യുന്നറിയാമോ? അവൻ മനസ്സിലാക്കി, ഈ ദൈവത്തെയാണോ ഞാൻ കണ്ടത്? അയ്യോ, അവൻ പറയാണ്, ഞാൻ നശിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വോ അൺടു മീ, ഐ ആം അൺഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സംശയം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? സറാഫുകൾക്ക് പോലും അടുത്ത് ചെല്ലാൻ വയ്യാത്ത ഞാൻ ഈ എൻ്റെ കണ്ണുകൾ യഹോവയുടെ ദർശനം, യഹോവയെ കണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഞാൻ നശിച്ചോ എന്നുള്ളതാണ് അവിടുത്തെ സംശയം എന്ന് പറയുന്നത്. അത്രയ്ക്കും ആ വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ഒരു ദർശനം നമുക്കുണ്ടാവുന്നതാ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ദർശനം ഒരു അത്യാവശ്യമായ കാര്യം അതാണ്. ഗോഡ് ഈസ് ഹോളി. അവന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ആ യെശയ്യാവ് തിരിച്ചറിയാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. അവൻ ഈ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് പ്രവാചകനൊക്കെ കാര്യം ശരിയാണ്. ശവൻ പറയാണ്, ഞാൻ എങ്ങനെയാ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? അവിടെ പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഇല്ലേ? അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യന്റെ മധ്യത്തിൽ ഞാൻ വസിക്കുന്നു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? അവന്റെ അശുദ്ധിയെക്കുറിച്ച്, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മളെ പ്രശ്നം എന്നറിയാമോ? നമ്മളെല്ലാം കമ്പയർ ചെയ്യും. ഞാൻ സൂസിയേക്കാൾ ഭേദമാണ് എന്നൊക്കെ പറയും, ഞാൻ തോമസ് കുട്ടിയേക്കാൾ ഭേദമാണ് എന്ന് പറയും. പക്ഷേ കമ്പാരിസൺ അവിടെയൊന്നുമല്ല. നീ ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിന്നിട്ട് നിനക്ക് വല്ലതും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അവിടെ ചെല്ലുമ്പോഴാ അവന്റെ വിശുദ്ധിയുടെ ദർശനം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അശുദ്ധിയുടെ തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്. എൻ്റെ അശുദ്ധിയുടെ തിരിച്ചറിവ്, വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് നിൽക്കാൻ യോഗ്യതയില്ല എന്ന് യെശയ്യാവ് തിരിച്ചറിഞ്ഞു. ഞാൻ നശിച്ചു എന്നാ പറയുന്നത്. ഐ ആം അണ്ടൺ, ഞാൻ ഉണ്ടോ? ദൈവത്തിന്റെ പ്രത്യേകത. അങ്ങനെ സ്വന്തം അശുദ്ധിയെ മനസ്സിലാക്കിയ യെശയ്യാവിനെ ദൈവം നശിപ്പിച്ചു കളയുന്നില്ല. പ്രത്യുത അവിടെ നമ്മൾ അവനോട് കരുണ കാണിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറയുന്ന യഹോവയായ രാജാവിനെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സറാഫുകളുടെ ഒരുത്തനോട് പറഞ്ഞു, അവന് മാനസാന്തരം ഉണ്ടായി, അവൻ അശുദ്ധനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിനു മുമ്പ് അവൻ പറഞ്ഞത് നിനക്ക് കഷ്ടം എന്നാണ്. പ്രവാചകനല്ലേ ഓരോരുത്തരോട് പറഞ്ഞത്? വോ ഓൺ ടു യു എന്ന് പറഞ്ഞിരുന്ന യെശയ്യാവ് ശരിയായ ദർശനം ഉണ്ടായപ്പോൾ വോ ഓൺ ടു മീ എന്ന് പറഞ്ഞു. അന്നേരം എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മോനെ, നീ അശുദ്ധനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ നിന്നെ തള്ളിക്കളയുന്നില്ല, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവദർശനം, ദൈവത്തിന്റെ വിശുദ്ധിയുടെ ദർശനം ഉണ്ടാകുമ്പോൾ എൻ്റെ അശുദ്ധിയുടെ ദർശനം എനിക്കുണ്ടാകണം. അങ്ങനെ അശുദ്ധിയുടെ ദർശനം ഉണ്ടായി ദൈവത്തിന്റെ സന്നിധിയിൽ അനുതപിച്ച് കരയുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയല്ല, പ്രത്യുത അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്നറിയാമോ? ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. സറാഫുകളിൽ ഒരുത്തൻ, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, കൊടിൽ കൊണ്ട് ഒരു തീ എടുത്ത് കയ്യിൽ തീക്കനൽ എടുത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അതാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ കുഴപ്പമില്ലെന്ന് പറയുന്നതല്ല, പ്രത്യുത ദൈവത്തിന്റെ കൃപ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്.